ഹായ്, ഇന്ന് ഞാനൊരു ക്രീമി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റും പിന്നെ കാഷ്യൂ നട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സൈസിലുള്ള 3 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാക്കറ്റ് പാൽ വേണം. 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണിത്. പിന്നെ ഇതുപോലെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ബൗൾ നിറച്ചും എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തിട്ടില്ല, സാധാരണ കാഷ്യൂ നട്ടാണ്. പിന്നെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് നട്ട്സ് ഞാൻ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു 15-20 എണ്ണയൊക്കെ കാഷ്യൂ നട്ട് എടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ചൈന ഗ്രാസ് എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. ഇതുപോലെ ചെറുതായിട്ട് കൈനെ കൊണ്ട് മുറിച്ചിട്ട് ഈ ചൈന ഗ്രാസ് മുങ്ങുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മധുരം ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതിന് പകരം പഞ്ചസാര തന്നെ ചേർത്താൽ മതി. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും, അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ പച്ച ചവയൊക്കെ മാറിയിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇത് പുഡിംഗ് ട്രേയുടെ അടിയിൽ ബേസായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പുഡിംഗ് ട്രേ ആണ്. അതുകൊണ്ട് ഇതൊരു 2 ലെയർ ഉണ്ടാക്കാനായിട്ടുണ്ടാകും. നിങ്ങൾ എടുക്കുന്നത് വലിയ പുഡിംഗ് ട്രേ ആണെങ്കിൽ ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു ലെയർ ചെയ്യാൻ മാത്രമേ ഉണ്ടാകൂ. ഇനി ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നട്ട്സ് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു സ്പൂണിനെ കൊണ്ടോ അല്ലെങ്കിൽ കൈനെ കൊണ്ടോ നല്ലോണം ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3/4 ടിന്നോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ചെക്ക് ചെയ്തിട്ട് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിപ്പോൾ പാല് ലൈറ്റായിട്ടൊന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതുപോലെ ഒരു കയ്യിൽ പാലെടുത്തിട്ട് നമ്മുടെ കാഷ്യൂ നട്ടിൽ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഈ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തീ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതേ സമയം തന്നെ നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം.
അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് പുഡിംഗ് മിക്സിലേക്ക് ചേർക്കുന്ന സമയത്ത് പുഡിംഗ് മിക്സിന് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം. ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ പുഡിങ്ങിൻ്റെ മിക്സ് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഇനി ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലോണം മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പൈനാപ്പിൾ വെച്ചിട്ടും ചെയ്യുക. ഇനി നമുക്കിത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വെക്കുക. അപ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായി വരും. ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ നട്ട്സും കൊണ്ട് ലെയർ ചെയ്യുക. അതിൻ്റെ മേലെ ബാക്കിയുള്ള പുഡിങ്ങിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ബാക്കിയുള്ള കാരമലൈസ്ഡ് നട്ട്സ് വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സാധാ പുഡിംഗ് പോലെ തന്നെ ശരിക്കും കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.